ആ ഒരു സിൻടാക്സ് പറയൂ. എന്തായിരുന്നു സിൻടാക്സ്? ഓക്കെ, CPP ഇൻഹെറിറ്റൻസ് എങ്ങനെയായിരുന്നു? യൂസ് ക്ലാസ് നെയിം അല്ലേ, അല്ലെങ്കിൽ AP കൊടുക്കാം. ഓക്കെ, class A, this is my base class and we have some class members. Again, next I am defining our derived class B. So class B കഴിഞ്ഞിട്ട് ഒരു colon, then we have one visibility mode, let it be public, then base class name അല്ലേ, and defining class B. ഇങ്ങനെ ആയിരുന്നില്ലേ? ഹലോ, ഈ ഒരു ലൈനിലാണ് ഇൻഹെറിറ്റൻസ് പ്രോപ്പർട്ടി കാണിക്കുന്നത് അല്ലെ. ക്ലാസ് ബി ഈസ് ഇൻഹെറിറ്റഡ് ഫ്രം എ അല്ലേ, ആണോ? പബ്ലിക് ഇൻഹെറിറ്റൻസ് പ്രോപ്പർട്ടി യൂസ് ചെയ്യുന്ന സമയത്ത് എങ്ങനെയാണ്? ബേസ് ക്ലാസ്സിലുള്ള പബ്ലിക് മെമ്പേഴ്സ് ഒക്കെ ക്ലാസ് ബിന്റെയും പബ്ലിക് മെമ്പേഴ്സ്, ക്ലാസ് എന്റെ പ്രൊട്ടക്റ്റഡ് മെമ്പേഴ്സ് ഒക്കെ ക്ലാസ് ബിന്റെയും പ്രൊട്ടക്റ്റഡ് മെമ്പേഴ്സ് അല്ലേ, ആണോ? ഹലോ, റെസ്പോണ്ട് ചെയ്യൂ. ഓക്കെ, സോ നമ്മൾ CPP യൂസ് ചെയ്യുന്ന ഒരു സിൻടാക്സ് ആണ്, ഇൻഹെറിറ്റൻസിന് വേണ്ടി യൂസ് ചെയ്യുന്ന സിൻടാക്സ് ആണ് അത്. ഒരു ബി ഈസ് എ ഡിറൈവഡ് ക്ലാസ് എന്ന് കാണിക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. ക്ലാസ് ബി എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ അത് പറയും, ഇറ്റ് ഈസ് എ ഡിറൈവഡ് ഫ്രം എ എന്ന് ഇങ്ങനെയാണ് പറയുന്നത്. ക്ലാസ് ബി കോളൻ വിസിബിലിറ്റി മോഡ് then base class name. Okay, ഇനി ജാവയിൽ the syntax for Java we use extends keyword. Okay, so inheritance can be defined as a process where one class acquires the properties of another. With the use of inheritance, the information is made manageable in a hierarchical order. The class which inherits the properties of other is known as subclass, and the class whose properties are inherited is known as superclass. Okay, ഇവിടെ subclass and superclass ആണ്, and subclass is also known as derived class and child class. Okay, superclass base class നും parent class നും പറയും. Okay, അപ്പോൾ ജാവയിൽ നമ്മൾ ഇൻഹെറിറ്റൻസ് കാണിക്കാൻ വേണ്ടിയിട്ട് we use extends keyword. Okay, extends keyword is used to inherit the properties of a class. So syntax വരുന്നത് ഇങ്ങനെ, class സൂപ്പർ ക്ലാസ്സിനെ കുറിച്ച് ഡിഫൈൻ ചെയ്തു. ദെൻ ക്ലാസ് സബ് എക്സ്റ്റെൻസ് സൂപ്പർ. ഓക്കെ, CPP കോളൻ ആൻഡ് വിസിബിലിറ്റി മോഡ്, അതിന് പകരം എക്സ്റ്റെൻസ് എന്നുള്ള കീവേഡ് ആണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ ആണോ? ഇതുവരെ ഓക്കെ ആണോ? റെസ്പോണ്ട് ചെയ്തേ. ഓക്കെ, ഓക്കെ, സോ ഒരു എക്സാമ്പിൾ തന്നിട്ടുണ്ട്. ഈ എക്സാമ്പിൾ കണ്ടിട്ട് നിങ്ങൾക്കൊന്ന് പറയാൻ പറ്റുമോ എന്തായിരിക്കും എന്നുള്ളത്? ഇത്രയും പാർട്ട്, ഈ ക്ലാസ് കാൽക്കുലേഷൻ മുതൽ ഇവിടം വരെയുള്ള പാർട്ട് എന്താണെന്നൊന്ന് വായിച്ചിട്ട് പറഞ്ഞു തരാൻ പറ്റുമോ? ക്ലാസ് കാൽക്കുലേഷൻ, ഇൻഡെക്സ്, public void addition, index in y, z is equal to x plus y, system.out.println the sum of the given numbers plus z. Public void subtraction, index comma in y, z is equal to x minus y, system.out.println the difference between the given numbers plus z. ഓക്കെ, ഇത്രയും പാർട്ട് ഇതെന്താ സംഭവം എന്നൊന്ന് പറഞ്ഞുതരാൻ പറ്റുമോ? ക്ലാസ് കാൽക്കുലേഷൻ ആണ് ഇവിടെ തുടങ്ങിയിട്ട് ഇവിടെ അവസാനിക്കുന്നത്. ഓക്കെ, അപ്പൊ ക്ലാസ് കാൽക്കുലേഷൻ ക്ലാസ്സിൽ എന്താ നടക്കുന്നത്, എന്താ സംഭവം എന്നൊന്ന് പറഞ്ഞുതരാൻ പറ്റുമോ?
മൈക്ക് മ്യൂട്ട് ചെയ്തിട്ട് പറഞ്ഞോളൂ. ഓക്കെ, ടാസ്ക് കാൽക്കുലേഷനിലെ ക്ലാസ് മെമ്പേഴ്സ് എന്തൊക്കെയാണ് പറഞ്ഞേ? Here we have one instance variable and two methods. ആണോ? അല്ലേ? ഏതാ ഇൻസ്റ്റൻസ് വേരിയബിൾ ആയിട്ടുള്ളത്? Name that instance variable and two methods. Z is our instance variable and addition and subtraction are our methods. ആണോ? എടാ പിള്ളേരെ, നിങ്ങൾക്ക് ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ, അപ്പൊ ഇവിടുത്തെ നെയിംസ് ഓഫ് ദീസ് ഡാറ്റ മെമ്പേഴ്സ് മീൻസ് നെയിം ഓഫ് ദീസ് ക്ലാസ് മെമ്പേഴ്സ്, നമുക്ക് ഒരു ഇൻസ്റ്റൻസ് വേരിയബിളും രണ്ട് മെത്തേഡ്സും ആണ് ഉള്ളത്. Z is our instance variable and addition and subtraction are the methods. അല്ലെ, മെത്തേഡ് നെയിംസ് ആണ് അത്. ഓക്കെ, ആൻഡ് ഇൻ അഡീഷൻ മെത്തേഡ് എന്താ നടക്കുന്നത്? അഡീഷൻ മെത്തേഡ്, വോയിഡ് അഡീഷൻ മെത്തേഡ്. വോയിഡ് എന്ന് പറയുമ്പോൾ തന്നെ ഈ ഒരു മെത്തേഡ് ഒന്നും റിട്ടേൺ ചെയ്യുന്നില്ല, രണ്ട് പാരാമീറ്റേഴ്സ് മെയിൻ ഫംഗ്ഷന് വാങ്ങുന്നുണ്ട് അല്ലെ, ഇൻഡെക്സ് ആൻഡ് ഇൻവൈ. ഇതിന്റെ വാല്യൂസ് മെയിൻ ഫംഗ്ഷൻ എന്നായിരിക്കും കിട്ടുക അല്ലെ, ഫംഗ്ഷൻ കോള് കൊടുക്കുന്ന സമയത്ത് കിട്ടും അല്ലെ. ദെൻ വി ആർ ഫൈൻഡിങ് ദ സം ഓഫ് ദീസ് നമ്പേഴ്സ് അല്ലെ, അത് ജസ്റ്റ് ഡിസ്പ്ലേ ചെയ്യുന്നു, ആ ഒരു സമ്മ് ഡിസ്പ്ലേ ചെയ്യുന്നു. സബ്ട്രാക്ഷനിൽ എന്താണ്? നേരത്തെ പറഞ്ഞ പോലെ തന്നെ പാരാമീറ്റേഴ്സ് മെയിൻ ഫംഗ്ഷന് കിട്ടും അല്ലെ, ആ രണ്ട് നമ്പേഴ്സിന്റെ ഡിഫറൻസ് കണ്ടുപിടിക്കുന്നു, ഡിസ്പ്ലേ ചെയ്യുന്നു. ഇത്രയേ ഉള്ളൂ ക്ലാസ് കാൽക്കുലേഷൻ. ഓക്കെ ആണോ? ഇത്രയും പാട്ട് ഓക്കെ ആണോ? ഓക്കെ, ഇനി നെക്സ്റ്റ് പാർട്ട് നോക്കുക. ഒന്ന് വായിച്ചു നോക്കിക്കേ. എന്താണ് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ്? പബ്ലിക് ക്ലാസ് my calculation extends calculation. Here we are used extends keyword. That means my calculation is our subclass and calculation is our superclass. Doubt ഉണ്ടോ? ഡൗട്ട് ഉണ്ടോ? ഡൗട്ട് ഉണ്ടോ? ഓക്കെ, മൈ കാൽക്കുലേഷൻ എന്ന് പറയുന്നത് subclass or derived class or child class, and calculation is our base class, superclass or parent class. Okay, so ഇവിടെ ഡിഫൈൻ ചെയ്തേക്കുന്നത് നമ്മുടെ subclass ആണ്. ഓക്കെ, കാൽക്കുലേഷനിൽ എന്തൊക്കെയുണ്ട്? വി ഹാവ് വൺ മെത്തേഡ് named multiplication, which find the product of two numbers and displaying the product അല്ലേ? സെയിം മൈ കാൽക്കുലേഷൻ എന്നുള്ള ആ ഒരു സബ് ക്ലാസ്സിൽ തന്നെയാണ് എന്തും വന്നിട്ടുള്ളത്? മെയിൻ ഫംഗ്ഷൻ, പബ്ലിക് സ്റ്റാറ്റിക് വോയിഡ് മെയിൻ സ്ട്രിംഗ് ആർഗ്സ്. ഓക്കെ, ആ മെയിൻ ഫംഗ്ഷനിൽ എന്താണ്? വി ആർ declaring, we are initializing two integer variables a and b. The value of a is 20 and the same for b is 10. Again, we are creating an object for our subclass my calculation demo equal to new my calculation. Okay, then our object vechittu we are calling all the methods in superclass and subclass. Demo dot addition of a comma b, demo dot subtraction of a comma b, demo dot multiplication of a comma b. ആണോ? ഓക്കെ ആണോ? നമ്മൾ CPP-യിൽ ഇൻഹെറിറ്റൻസ് ചെയ്ത പോലെ തന്നെയാണ് ഇവിടെയും ചെയ്യുന്നത്. ജസ്റ്റ് സിൻടാക്സിലുള്ള ചെറിയ വ്യത്യാസം മാത്രമേ ഉള്ളൂ. CPP-യിൽ നമ്മൾ ഇൻഹെറിറ്റൻസ് പറയുന്ന സമയത്ത് ക്ലാസ് നെയിം കോളൻ വിസിബിലിറ്റി മോഡ് ബേസ് ക്ലാസ് നെയിം എന്നാണ്. ഇവിടെ വി യൂസ് എക്സ്റ്റെൻസ് കീവേഡ് അല്ലേ?
base class name extends, class derived class name extends base class name. അല്ലേ? ബാക്കിയൊക്കെ സെയിം ആയിട്ട് തന്നെയാണ് വന്നേക്കുന്നത്. ഡൗട്ട് ഉണ്ടോ? ഇതിലെന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഓക്കെ, എന്നാ ഞാൻ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്. ഓക്കെ, മെയിൻ ക്ലാസ്സിൽ വന്നു. മെയിൻ ക്ലാസ്സിൽ എ ബി നമ്മൾ ഇനീഷ്യലൈസ് ചെയ്തിട്ടുണ്ട്. ദെൻ ഡെമോ ഡോട്ട് ഒരു ഡെമോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഒബ്ജക്ട് ക്രിയേഷൻ നടന്നിട്ടുണ്ട് ഫോർ സബ് ക്ലാസ് അല്ലെ. ദെൻ ഡെമോ ഡോട്ട് അഡീഷൻ ഓഫ് എ ബി എന്ന് പറയുന്ന സമയത്ത് എന്താണ് നടക്കുന്നത്? ഡെമോ ഡോട്ട് അഡീഷൻ ഓഫ് എ ബി എന്ന് പറയുന്ന സമയത്ത് എന്താണ് നടക്കുന്നത്? ഈ അഡീഷൻ എന്ന് പറയുന്നത് കാൽക്കുലേഷൻ എന്നുള്ള ഒരു ക്ലാസ്സിലെയാണ്, അതായത് സൂപ്പർ ക്ലാസ്സിലെ ഒരു മെത്തേഡ് ആണ് അഡീഷൻ. ആൻഡ് വി ആർ കോളിംഗ് ദാറ്റ് യൂസിങ് ദ ഒബ്ജക്ട് ഓഫ് സബ് ക്ലാസ് അല്ലെ. സോ അപ്പൊ ഈ അഡീഷൻ, സബ്ട്രാക്ഷൻ ആൻഡ് മൾട്ടിപ്ലിക്കേഷൻ, ഓൾ ദീസ് മെത്തേഡ്സ് ആർ പബ്ലിക്ലി ഡിഫൈൻഡ് അല്ലെ. പബ്ലിക് വിസിബിലിറ്റി മോഡ് വെച്ചിട്ടാണ് ഈ ഫങ്ഷൻസ് ഒക്കെ ഡിക്ലെയർ ചെയ്തേക്കുന്നത്, ഡിഫൈൻ ചെയ്തേക്കുന്നത്. ഓക്കെ, സോ നമുക്ക് ഈ ഒരു പ്രോഗ്രാമിന്റെ എവിടെ നിന്ന് വേണമെങ്കിലും ഈ മെത്തേഡ്സിനെ നമുക്ക് കോൾ ചെയ്യാൻ പറ്റും അല്ലേ? ആണോ? ഹലോ അല്ലേ? സോ അത് പ്രത്യേകം ശ്രദ്ധിക്കാം. ആൻഡ് സബ് ക്ലാസിന്റെ ഒബ്ജക്റ്റ് വെച്ച് നമ്മൾ എന്ത് ചെയ്യാണ്? സൂപ്പർ ക്ലാസ്സിലെ ഒരു മെത്തേഡ് കോൾ ചെയ്യാണ് അല്ലേ? So subclass can inherit the properties of superclass inheritance. Okay, അപ്പൊ ശരിക്ക് ഡെമോ ഡോട്ട് അഡീഷൻ ഓഫ് എ കോമ ബി എന്ന് പറയുന്ന സമയത്ത് എ ഇസ് ഇക്വൽ ടു 20, ബി ഇസ് ഇക്വൽ ടു 10 നേരെ ഈ ഒരു സൂപ്പർ ക്ലാസ്സിലെ ഈ ഒരു ഫംഗ്ഷനാണ് എക്സിക്യൂട്ട് ചെയ്യുക. സോ എ ആണ് ഫസ്റ്റ് കൊടുത്തിട്ടുള്ളത്. സോ എക്സ് ഇസ് ഇക്വൽ ടു എ, എക്സ് ഇസ് ഇക്വൽ ടു 20, ദെൻ വൈ ഇസ് ഇക്വൽ ടു 10 അല്ലേ? അകത്തേക്ക് പോകുമ്പം സെഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു വാല്യൂയിലേക്ക് എന്താ വരുന്നത്? എക്സ് പ്ലസ് വൈ, 20 പ്ലസ് 10, 30 എന്നുള്ള വാല്യൂ പോകുന്നുണ്ട്. ഡെമോ എന്നുള്ള ഒബ്ജക്റ്റില് സെഡിന്റെ വാല്യൂ 20 ആയി അല്ലേ? ഈ ഒരു ഫംഗ്ഷൻ ചെയ്യുന്ന സമയത്ത്, ഈ ഒരു മെത്തേഡ് എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് സെഡിന്റെ വാല്യൂ 20. അഗൈൻ നെക്സ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഡെമോ ഡോട്ട് സബ് എക്സിന്റെ വാല്യൂ 20, ആ ഒരു വാല്യൂ, ആ ഒരു സമ്മ് അപ്പൊ തന്നെ നമ്മൾ എന്ത് ചെയ്തു? ഡിസ്പ്ലേ ചെയ്തു. ദ സം ഓഫ് ദ ഗിവൺ നമ്പേഴ്സ് 20 എന്ന് പറഞ്ഞിട്ട്. ഇവിടെ എന്തിനാ ഈ ഒരു പ്ലസ് സൈൻ? ഈ പ്ലസ് സൈൻ എന്തിനാണ്? കോൺകാറ്റനേഷൻ അല്ലെ. ദ സം ഓഫ് ദ ഗിവൺ നമ്പേഴ്സ് എന്ന് പറഞ്ഞിട്ട് ആ ലൈനിൽ തന്നെ നമുക്ക് 20 എന്നുള്ളത് വേണം അല്ലേ? ആണോ? ഓക്കെ, ഇനി നെക്സ്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്താണ്? ഡെമോ ഡോട്ട് സബ്ട്രാക്ഷൻ ഓഫ് എ കോമ ബി. സബ്ട്രാക്ഷൻ ഓൾസോ ഇൻ സൂപ്പർ ക്ലാസ്. സബ്ട്രാക്ഷൻ ഈസ് ഓൾസോ അനദർ മെത്തേഡ് ഇൻ സൂപ്പർ ക്ലാസ് അല്ലെ. അപ്പം അതും നമ്മൾ എന്താ ചെയ്യുന്നത്? എ കോമ ബി തന്നെയാണ്. എക്സ് ഇസ് ഇക്വൽ ടു 20, വൈ ഇസ് ഇക്വൽ ടു 10. ദെൻ we are finding the difference between those numbers. Z is equal to 20 minus 10, Z is equal to 10, and displaying that result. The difference between the given numbers 10. Okay. Then last demo dot multiplication of a comma b. Multiplication എന്ന് പറയുന്നത് നമ്മുടെ സബ് ക്ലാസിന്റെ മെത്തേഡ് തന്നെയാണ്. സോ അങ്ങോട്ടേക്ക് പോയിക്കോളും. ഓക്കെ, എക്സ് ഇസ് ഇക്വൽ ടു 20, വൈ ഇസ് ഇക്വൽ ടു 10, Z is equal to 20 into 10, 200, and the product of the given numbers 200. Okay, so this is the result. ഇതുവരെ ഓക്കെ ആണോ? ഓക്കെ ആണോ? റെസ്പോണ്ട് ചെയ്യൂ, എല്ലാവരും റെസ്പോണ്ട് ചെയ്യൂ.
ഓക്കെ, ഇനി ജസ്റ്റ് ഈ പറഞ്ഞ കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് തിയറി വൈസ് ആയിട്ട് ടെക്സ്റ്റിൽ പറയുന്നതാണ്. സോ മൈ കാൽക്കുലേഷൻ എന്നുള്ളൊരു അതിനൊരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെയായിരിക്കും കാര്യങ്ങൾ. Okay, in the given program, when an object to my calculation class is created, a copy of the contents of the superclass is made within it. That is why using the object of the subclass, you can access the members of a superclass. Okay, നേരത്തെ കണ്ട പ്രോഗ്രാമിൽ my calculation is the subclass and calculation is the superclass. And when we are defining or creating an object demo for my calculation, ആ ഡെമോയിൽ ഇത്രയും കാര്യങ്ങളായിരിക്കും വരുന്നുണ്ടാവുക. Okay, Z, addition, subtraction, അത് അത്രയും സൂപ്പർ ക്ലാസ്സിലുള്ള മെമ്പേഴ്സ് ആണ്. And multiplication is the only member, means only method available in subclass. Okay, അപ്പൊ നമ്മൾ ഈ subclass my calculationന് ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ഇത്രയും കാര്യങ്ങൾ ആ ഒരു ഒബ്ജക്റ്റിന് ചെയ്യാൻ പറ്റും. ഓക്കെ, നമ്മൾ ഇൻഹെറിറ്റൻസ് CPP പഠിച്ച പോലെ തന്നെ the superclass reference variable can hold the subclass object. അതെന്താ സംഭവം? The superclass reference variable can hold the subclass object, but using that variable you can access only the members of the superclass. So to access the members of both classes, it is recommended to always create reference variable to the subclass. What do you mean by reference variable? Pointers. Okay, pointers ആണ് റെഫറൻസ് വേരിയബിൾ ആയിട്ട് പറയുന്നത്. ഓക്കെ, ഒന്ന് ജസ്റ്റ് ഒന്നും കൂടി വായിക്കുക. ദ സൂപ്പർ ക്ലാസ് റെഫറൻസ് വേരിയബിൾ ക്യാൻ ഹോൾഡ് ദ സബ് ക്ലാസ് ഒബ്ജക്ട്, വിച്ച് മീൻസ് ബേസ് ക്ലാസിന്റെ പോയിന്റേഴ്സിന് എന്ത് ചെയ്യാം? ക്യാൻ ഹോൾഡ് ദ അഡ്രസ് ഓഫ് ദ ഒബ്ജക്ട് ഓഫ് സബ് ക്ലാസ്. ഓൾറെഡി നമ്മൾ CPP പഠിച്ചിട്ടുള്ള കാര്യം അല്ലേ? ഒബ്ജക്ട് ടു ഡിറൈവ്ഡ് ക്ലാസ് പഠിച്ചിട്ടില്ലേ? ഹലോ, ഓക്കെ. അപ്പൊ ഒബ്ജക്ട് ടു ഡിറൈവ്ഡ് ക്ലാസ്സിൽ എങ്ങനെയായിരുന്നു? ബേസ് ക്ലാസിന്റെ പോയിന്റേഴ്സിന് ഡിറൈവ്ഡ് ക്ലാസിന്റെ ഒബ്ജക്റ്റിന്റെ അഡ്രസ് ഹോൾഡ് ചെയ്യാം അല്ലേ? പക്ഷെ ബേസ് ക്ലാസ്സിലുള്ള മെമ്പേഴ്സ്, ബേസ് ക്ലാസ്സിലുള്ള ക്ലാസ് മെമ്പേഴ്സിനെ മാത്രമേ എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ? ഡിറൈവ്ഡ് ക്ലാസിന്റെ മാത്രമായിട്ട് നിൽക്കുന്ന മെമ്പേഴ്സിനൊന്നും എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റില്ല അല്ലേ? സെയിം കാര്യമാണ് ഇവിടെ പറയുന്നത്. The superclass reference variable can hold the the subclass object, but using that variable, you can access only the members of the superclass. So to access the members of both classes, it is recommended to always create reference variable to the subclass. Okay, if you consider the above program, you can instantiate the class as given below, but using the superclass reference variable, you cannot call the method multiplication, which belongs to the subclass my calculation. ഓക്കെ, ചെറിയൊരു സെഗ്മെന്റ് ഇവിടെ തന്നിട്ടുണ്ട്. നേരത്തെ കാൽക്കുലേഷൻ സൂപ്പർ ക്ലാസ് ആയിട്ടും മൈ കാൽക്കുലേഷൻ സബ് ക്ലാസ് ആയിട്ടാണ് പറയുന്നത്. ആൻഡ് ഇൻ ദിസ് സെഗ്മെന്റ് വി ആർ ക്രിയേറ്റിംഗ് ആൻ ഒബ്ജക്ട് ഫോർ അവർ സൂപ്പർ ക്ലാസ് കാൽക്കുലേഷൻ. ഓക്കെ, കാൽക്കുലേഷൻ കാൽ ഈസ് ഈക്വൽ ടു ന്യൂ മൈ കാൽക്കുലേഷൻ. അപ്പൊ കാൽ ആണ് നമ്മുടെ സൂപ്പർ ക്ലാസിന്റെ ഒബ്ജക്ട്. ഓക്കെ, യൂസിംഗ് that object, we can call the methods in superclass. പക്ഷേ ആ ഒബ്ജക്റ്റ് കാൽ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? സബ് ക്ലാസ്സിലുള്ള മൾട്ടിപ്ലിക്കേഷൻ എന്നുള്ള മെത്തേഡ് കോൾ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ഓക്കെ ആണോ? ഇതുവരെ ഓക്കെ ആണോ? CPP പഠിച്ചിട്ടുള്ള സെയിം കൺസെപ്റ്റ് തന്നെയാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഇതുവരെ ഓക്കെ ആണോ പിള്ളേരെ? ഓക്കെ,
ഇനി ഒരു സൂപ്പർ എന്ന് പറഞ്ഞിട്ടൊരു കീവേഡും കൂടിയാണ് പഠിക്കാനുള്ളത്. നമ്മുടെ CPP-യിലെ ദിസ് കീവേഡ് തന്നെയാണ് സൂപ്പർ കീവേഡ്. ഇറ്റ് ഈസ് സിമിലർ ടു ദിസ് കീവേഡ്. ഓക്കെ. So super keyword is used to differentiate the members of superclass from the members of subclass if they have same names. It is used to invoke the superclass constructor from subclass. Okay. എക്സാമ്പിൾ എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട്. Okay, in this program we have class superclass. Okay, superclass നമ്മുടെ ബേസ് ക്ലാസ് ആണ്. പറഞ്ഞേക്കുന്നത് അതിലൊരു ഇൻസ്റ്റൻസ് വേരിയബിൾ നം ആൻഡ് വൺ മെത്തേഡ് നെയിംഡ് ഡിസ്പ്ലേ. ഓക്കെ, ഒരു ഇൻസ്റ്റൻസ് വേരിയബിളും ഒരു മെത്തേഡും ആണുള്ളത്. ഓക്കെ, ഇത് കമാൻഡ് ലൈൻ ആണ് കേട്ടോ. ഓക്കെ, സൂപ്പർ ക്ലാസ് ഓക്കെ ആണോ? സൂപ്പർ ക്ലാസ്സിൽ ഒരു ഇൻസ്റ്റന്റ് വേരിയബിൾ നം equal to 20 and one method display which displays the sentence. This is the display method of superclass. Okay ആണോ അത്? superclass okay. Then ഇനി നെക്സ്റ്റ് സ്റ്റേറ്റ്മെന്റ് നോക്കാം. നെക്സ്റ്റ് സ്റ്റേറ്റ്മെന്റിൽ സബ് ക്ലാസ് വരുന്നുണ്ട്. Class subclass extends superclass, which means subclass is the derived class derived from superclass. അല്ലെ? സബ്ക്ലാസ്സിലും എന്താ ഉള്ളത്? ഒരു ഇൻസ്റ്റൻസ് വേരിയബിളും ഒരു മെത്തേഡും തന്നെയാണുള്ളത്. ബട്ട് എങ്ങനെയാണ്? സെയിം നെയിംസ് തന്നെയാണ് യൂസ് ചെയ്തേക്കുന്നത്. സൂപ്പർ ക്ലാസ്സിലുള്ള ഇൻസ്റ്റൻസ് വേരിയബിളുടെ അതേ നെയിം തന്നെയാണ് സബ് ക്ലാസ്സിലുള്ള ഇൻസ്റ്റൻസ് വേരിയബിളിനും അതുപോലെ തന്നെ മെത്തേഡിനും. ഓക്കെ, സോ അങ്ങനെ നെയിംസ് സെയിം നെയിം വരുന്ന സമയത്ത് ഈ മെമ്പേഴ്സിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? സൂപ്പർ കീവേഡ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അതെങ്ങനെയാന്നുള്ളത് നോക്കാം. ഇവിടെ നെക്സ്റ്റ് മെത്തേഡ് പറഞ്ഞിട്ടുണ്ട്. സബ് ക്ലാസ്സിലെ ആദ്യത്തെ മെത്തേഡ് ഡിസ്പ്ലേ, സെക്കൻഡ് മെത്തേഡ് മൈ മെത്തേഡ് എന്ന് പറഞ്ഞിട്ടുള്ള മെത്തേഡ്. ഓക്കെ, സോ ഇവിടെ ഫസ്റ്റ് തന്നെ ചെയ്തേക്കുന്നത് എന്താണ്? സബ് ക്ലാസ് സബ് ഇസ് ഇക്വൽ ടു ന്യൂ സബ് ക്ലാസ്. സബ് ക്ലാസ്സിന് ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തു. ഓക്കെ, ദെൻ സബ് ഡോട്ട് ഡിസ്പ്ലേ. സബ് ഡോട്ട് ഡിസ്പ്ലേ എന്ന് പറയുന്ന സമയത്ത് ഏത് ഡിസ്പ്ലേ മെത്തേഡ് ആയിരിക്കും ഇൻവോക്ക് ചെയ്യുന്നുണ്ടാവുക? സബ് എന്ന് പറയുന്നത് എന്താണ്? സബ് എന്ന് പറയുന്നത് എന്താണ് പിള്ളേരെ? ഒബ്ജക്റ്റ് ഓഫ് അവർ സബ് ക്ലാസ് അല്ലേ? ആണോ? കൺഫ്യൂഷൻ ആവുന്നുണ്ടോ? ഹലോ, റെസ്പോണ്ട് ചെയ്യാൻ. ഹലോ, കൺഫ്യൂഷൻ ആവുന്നുണ്ട്? ഓക്കെ, നോക്കാം. ഇവിടെ നമുക്ക് സബ് ക്ലാസും സൂപ്പർ ക്ലാസും ഉണ്ട്. സൂപ്പർ ക്ലാസ്സിൽ എന്തൊക്കെയാണുള്ളത്? ഒരു ഇൻസ്റ്റൻസ് വേരിയബിൾ നെയിംഡ് നം ആൻഡ് വൺ മെത്തേഡ് നെയിംഡ് ഡിസ്പ്ലേ. ഓക്കെ ആണോ? റെസ്പോണ്ട് ചെയ്തേ. അതൊക്കെ ആണോ? പറഞ്ഞത് ഓക്കെ ആണോ? In superclass we have one instance method named
ഓഡിയോലോ? ഹലോ, കേൾക്കുന്നുണ്ടോ ഇപ്പൊ? പ്രശ്നമുണ്ടോ ഇപ്പൊ ഓഡിയോ? ഓക്കെ, തുടക്കം മുതൽ ഈ പ്രശ്നം ഉണ്ടായിരുന്നു ഓഡിയോക്ക്? ഓക്കെ, നോക്കാം. ഇവിടെ നമ്മുടെ ഇപ്പൊ തന്നിട്ടുള്ള ഈ ഒരു എക്സാമ്പിളില് സൂപ്പർ ക്ലാസ് ആൻഡ് ബേസ് ക്ലാസ് ഉണ്ട്. സോറി, സൂപ്പർ ക്ലാസ് ആൻഡ് സബ് ക്ലാസ് ഉണ്ട്. സൂപ്പർ ക്ലാസ്സിൽ വി ഹാവ് 1 ഇൻസ്റ്റൻസ് വേരിയബിൾ ആൻഡ് 1 മെത്തേഡ് ഡിസ്പ്ലേ. ഓക്കെ, സബ് ക്ലാസ് നോക്കുന്ന സമയത്ത് സബ് ക്ലാസ് എക്സ്റ്റെൻഡ് സൂപ്പർ ക്ലാസ് ആണ്. സബ് ക്ലാസ് ഈസ് ഡിറൈവഡ് ഫ്രം സൂപ്പർ ക്ലാസ് ആണ്. അവിടെയും നമുക്ക് സെയിം നെയിമിലുള്ള ഒരു ഇൻസ്റ്റൻസ് വേരിയബിൾ ആൻഡ് 1 മെത്തേഡ് കാണാം. സെയിം നെയിമിൽ അല്ലെ? ഡിസ്പ്ലേ എന്നുള്ള പേര് തന്നെ ഇവിടെയും വന്നിട്ടുണ്ട്, നം എന്നുള്ള പേര് തന്നെ ഇവിടെയും വന്നിട്ടുണ്ട് അല്ലെ? പിന്നെ വേറൊരു മെത്തേഡ് എന്ന് പറയുന്നത് മൈ മെത്തേഡ് ആണ്. ഓക്കെ, അപ്പൊ ഈ മൈ മെത്തേഡിന്റെ അകത്ത് എന്താ നമ്മൾ ചെയ്യുന്നത്? വി ആർ ക്രിയേറ്റിംഗ് 1 ഒബ്ജക്ട് ഫോർ അവർ സബ് ക്ലാസ് and the object name is sub. ഇതുവരെ ക്ലിയർ ആണോ? ഇതുവരെ ക്ലിയർ ആണോ? ഓക്കെ, ഇതുവരെ ക്ലിയർ ആണെങ്കിൽ നമുക്ക് ഈ സബ് വെച്ചിട്ട് എന്ത് ചെയ്യാം? ഈ സബ് ഡോട്ട് ഡിസ്പ്ലേ എന്ന് പറയുന്ന സമയത്ത് സാധാരണഗതിയിൽ എന്താ, സബ് ക്ലാസ്സിലുള്ള ഈ ഒരു ഡിസ്പ്ലേയും നമുക്ക് എക്സിക്യൂട്ട് ചെയ്യാം, അതല്ലെങ്കിൽ സൂപ്പർ ക്ലാസ്സിലുള്ള ഈ ഒരു ഡിസ്പ്ലേയും എക്സിക്യൂട്ട് ചെയ്യാം. അപ്പം സബ് ഡോട്ട് ഡിസ്പ്ലേ എന്ന് പറയുന്ന സമയത്ത് നമുക്ക് കൺഫ്യൂഷൻ വന്നു അല്ലെ? ബേസ് ക്ലാസ്സിലെ ഡിസ്പ്ലേ മെത്തേഡ് ആണോ എക്സിക്യൂട്ട് ചെയ്യേണ്ടത്, ഓർ സബ് ക്ലാസ്സിലെ മെത്തേഡ് ഡിസ്പ്ലേ ആണോ എക്സിക്യൂട്ട് ചെയ്യേണ്ടതെന്നുള്ളൊരു കൺഫ്യൂഷൻ വന്നു അല്ലെ? അപ്പൊ അങ്ങനെ സെയിം നെയിംസ് വരുന്ന സമയത്താണ് നമ്മുടെ ഈ സൂപ്പർ കീവേഡ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഇങ്ങനെ സെയിം നെയിം വരുന്ന സമയത്ത് സൂപ്പർ കീവേഡ് ഡോട്ട് ഡിസ്പ്ലേ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു സ്റ്റേറ്റ്മെന്റ് എപ്പോഴും നമ്മുടെ സൂപ്പർ ക്ലാസ്സിലെ മെത്തേഡ് ആയിരിക്കും എക്സിക്യൂട്ട് ചെയ്യുക. ഓക്കെ, അപ്പൊ ഇവിടുത്തെ നമ്മുടെ ഈ ഒബ്ജക്ട് സബ് ഡോട്ട് ഡിസ്പ്ലേ എന്ന് പറയുന്നത് എന്തായിരിക്കും? സബ് ക്ലാസ്സിലെ മെത്തേഡ് ആയിരിക്കും എക്സിക്യൂട്ട് ചെയ്യുക. ഓക്കെ, ഇങ്ങനെ സെയിം നെയിംസ് മെത്തേഡിനോ അല്ലെങ്കിൽ നമ്മുടെ ഇൻസ്റ്റൻസ് വേരിയബിൾസിനോ ഒക്കെ സൂപ്പർ ക്ലാസ്സിലും സബ് ക്ലാസ്സിലും സെയിം നെയിംസ് വരുന്ന സമയത്ത് അത് ഡിഫറൻഷിയേറ്റ് ഏത് ക്ലാസ്സിനെയാണ്, ഏത് ക്ലാസ്സിന്റെ മെമ്പേഴ്സ് ആണെന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സൂപ്പർ കീവേഡ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ സൂപ്പർ ഡോട്ട് ഡിസ്പ്ലേ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? കറക്റ്റ് സൂപ്പർ ക്ലാസ്സിലെ ഡിസ്പ്ലേ മെത്തേഡ് തന്നെ എക്സിക്യൂട്ട് ചെയ്യുള്ളൂ. ഓക്കെ, സബ് ക്ലാസ്സിന്റെ ഒബ്ജക്റ്റ് വെച്ച് ഡോട്ട് ഡിസ്പ്ലേ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലോ കറക്റ്റ് സബ് ക്ലാസ്സിന്റെ മെത്തേഡ് മാത്രമായിരിക്കും എക്സിക്യൂട്ട് ചെയ്യുക. ഓക്കെ ആണോ? ഇതുവരെ ഓക്കെ ആണോ? കൺഫ്യൂഷൻ മാറിയോ അഭിജിത്ത്? അഭിജിത്ത് ഓക്കെ, അറ്റൻഡൻസ് എടുക്കാണ്. അനുവിന്ദ്, അനുവിന്ദ് ഇല്ലേ? ഓക്കെ, അപർണ, അർച്ചിത, അരുൺ പി കെ,